ഹായ് ബെസ്റ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ പോയിട്ട് കാണുക. അപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ, അത് കഴിഞ്ഞിട്ടുള്ള 3 മാസമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ, പിന്നെ തേർഡ് ട്രൈമസ്റ്റർ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ 7th മന്ത് കഴിഞ്ഞില്ല, ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. അപ്പൊ ഇതിൽ ചില ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്ക്, താല്പര്യമില്ലാത്തവരാണ് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്, മറക്കാതെ ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ഈ തേർഡ് മന്ത് കഴിഞ്ഞ് 4th മന്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടെ നമ്മുടെ സ്റ്റൊമക്കൊക്കെ കുറച്ചൊന്ന് പയ്യെ വലുതാവാൻ തുടങ്ങുന്നത്. 3 മാസം വരയ്ക്കുന്ന ആർക്കും, ചിലർക്ക് ഇങ്ങനെ അധികം വയറൊന്നും അറിയാൻ പറ്റില്ല. അപ്പം 3 മാസം കഴിഞ്ഞ് 4 മാസം തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മുടെ വയറൊക്കെ പതിയെ പതിയെ പുറത്ത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങാം നമ്മുടെ ഇത്. പക്ഷെ മൂവ്മെന്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഒരു 5 മന്ത് ഒക്കെ ആവണം കേട്ടോ. ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നേരത്തെ എന്ന് പറയണേക്കാം. എനിക്കിത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയിട്ട് കൂടി എനിക്കൊരു 5 months ഒക്കെ കഴിഞ്ഞിട്ട് 6 months സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴാണ് എനിക്ക് ശരിക്കുള്ള മൂവ്മെന്റ്സ് ഒക്കെ അറിയാൻ പറ്റി തുടങ്ങിയത്. അതുവരെയ്ക്കും നമുക്ക് ആ ഒരു ഗ്യാസിന്റെ ബ്ലോട്ടിങ് പോലെ, അങ്ങനെ ചെറിയ ഒരു ഗ്യാസ് ഉള്ള പോലെ ആ ഒരു ഫീലിംഗ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഗ്യാസിന്റെ ആണോ അതോ ബേബി മൂവ്മെന്റ്സ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതിരിക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലംസും കൂടുതലായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് പരമാവധി ഗ്യാസ് ഉള്ള ഫുഡ്സ് ആയിട്ട്, അതായത് കടല, പയറ്, പരിപ്പ്, ഇതൊക്കെ ഒന്ന് കുറച്ച്, ശരിക്കും അതൊക്കെ കഴിക്കണം എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരുന്നവരാണെങ്കിൽ അത് കുറച്ചൊന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പയ്യെ കുറേശ്ശെ നമുക്ക് അളവിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നന്നായി വെള്ളം കുടിക്കാന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കണം. സാധാരണ നോർമലി ഒരാൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നന്റ് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണം. അതിന്റെ മേലെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ വെള്ളം കൂടുതൽ കുടിച്ചതുകൊണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടും എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ചിലർക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. അപ്പൊ എല്ലാവരുടെയും വിചാരം, ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചിട്ടായിരിക്കുമോ എനിക്ക് അങ്ങനെ ഫ്ലൂയിഡ് കൂടിയിട്ടുണ്ടാവുക. ചിലർക്ക് ഫ്ലൂയിഡ് കുറവാകും. അപ്പോൾ വിചാരിക്കും, അയ്യോ ഞാൻ വെള്ളം കുടിക്കില്ല, കുറഞ്ഞിട്ടാണോ ഫ്ലൂയിഡ് കുറഞ്ഞു പോയത്. അതൊന്നും അല്ല കേട്ടോ, അത് നമ്മുടെ ഒരു ബോഡി കണ്ടീഷൻ്റെ ആണ്. അതിൽ നമ്മൾ വെള്ളത്തിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈമിൽ. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അല്ലാതെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരും, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബേബീനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ബേബിയുടെ ഗ്രോത്തിനെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും നമുക്കത്. പിന്നെ നമുക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും ഈ ടൈമിലെല്ലാം. അപ്പൊ അത് ഓൾറെഡി നമുക്ക് പ്രഗ്നൻസിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുള്ള സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്താ പറയാ, സെക്കൻഡ് ഇഷ്യൂ, അത് നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ, ചിലർക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ ബാത്റൂമിൽ പോകാൻ മടിയായിരിക്കും. ബാത്റൂമിൽ പോകാണ്ട് നമ്മൾ പരമാവധി കുറേ നേരം പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പ്രഗ്നന്റ് ആയിരിക്കണം, നോർമലി അങ്ങനെയാണ്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പറയാൻ വേണ്ട, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാത്റൂമിൽ പോകണം മടി വിചാരിക്കാതെ എപ്പോഴും ബാത്റൂമിൽ, അതുപോലെ എപ്പോഴും ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെജൈനൽ ഏരിയാസ് ഒക്കെ നമ്മൾ നന്നായി ഡ്രൈ ആയി വെക്കാൻ ശ്രമിക്കുക. ഇച്ചിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള മെഡിസിൻസ് നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡോക്ടറെ വിളിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ടെലിമെഡിസിൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടെലിമെഡിസിൻ വഴി നിങ്ങൾ ചോദിച്ച് എന്താണ് മെഡിസിൻ വേണ്ടതെന്ന് പ്രോപ്പറായി അറിഞ്ഞതിന് ശേഷം അത് വാങ്ങി യൂസ് ചെയ്യുക. മറ്റുള്ളവരോട് ചോദിച്ചിട്ട്, നമ്മൾ അവരുടെ ചോദിച്ചു, ഇവിടെ ചോദിച്ചു, ആ മെഡിസിൻ ഈ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് വാങ്ങി പരട്ടി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ സിവിയർ ആവും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യം വരും, പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അതൊക്കെ കുറേ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലത് ഡോക്ടറായിട്ട്, ഏതെങ്കിലും ഒരു ഡോക്ടറായിട്ട് ഡയറക്റ്റ് നമ്മൾ വീഡിയോ ചാറ്റ് വഴിയോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ടൈമിൽ ഉണ്ടായിരുന്നത് വെച്ചാൽ, എനിക്കിതുപോലെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം കുടിക്കും, പക്ഷെ എനിക്ക് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന കാരണം കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു ഹോട്ട് സീസണായിട്ട് എങ്ങനെ എന്താ പറയുക,
റെഡി. എനിക്കത് കറക്റ്റ് ഇവിടത്തെ വന്നപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എത്ര വെള്ളം കുടിച്ചിട്ടും എനിക്കത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ എനിക്ക് ഇൻഫെക്ഷൻ മാത്രമല്ല ഇച്ചിങ്ങും അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ആയി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റാത്ത കാരണം നമ്മൾ ടെലിമെഡിസിൻ വഴി മരുന്ന് ചോദിച്ച് വാങ്ങിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സിവിയർ ആവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബേബീനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ് പറയാം, നമ്മുടെ വയറ്റിനുള്ളിലുള്ള ബേബീനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ 6.5 അല്ലെങ്കിൽ 7 മന്ത് ആവുന്ന ടൈമിലാണ് നമുക്ക് ബേബി മൂവ്മെന്റ്സ് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ മൂത്ത മോന് 6 വയസ്സായി. അപ്പോൾ അവൻ വന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് വയറിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് ഉള്ള ടൈമിൽ ബേബിയുടെ കാലാണോ കൈയാണോ എന്നറിയില്ല, ശരിക്കും ഇങ്ങനെ വന്ന് അപ്പോൾ അവൻ കൈ ഇങ്ങനെ വെക്കുമ്പോൾ കൈയും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അവന് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടൈമിലാണ് അങ്ങനെ രസകരമായ നല്ലൊരു സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യിൽ വന്നിട്ട് പ്രസ് ചെയ്യുന്ന പോലെ, നമുക്ക് ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചവിട്ടുന്ന പോലെ തൊഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ടൈമിൽ. ഭയങ്കര ഒരുപാട് ഹാപ്പി ആയിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും മ്യൂസിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്കൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ റിലാക്സ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെന്റ്സ് അറിയാൻ പറ്റും. എനിക്ക് സ്പെഷ്യലായിട്ട് നൈറ്റ് ടൈമിലാണ് മൂവ്മെന്റ്സ്, അതൊരു നേരം വെളുക്കോളം മൂവ്മെന്റ്സ് ഉണ്ടാവും. ബാക്കി ഡേ ടൈമിലൊക്കെ ഉറങ്ങാണെന്ന് തോന്നുന്നു ബേബി. ബാക്കി നൈറ്റ് ടൈമിലായിരിക്കും കൂടുതൽ മൂവ്മെന്റ്സ് അറിയാവുന്നത്. നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നമുക്ക് കൈ വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് മൂവ്മെന്റ്സ് അറിയാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾക്ക് മേലുവേദന, അതുപോലെ തന്നെ കാലിൽ മസിൽ ക്രംസ്, മസിൽ പെയിനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ കാരണന്മാരൊക്കെ പറയണ പോലെ കുഴമ്പൊക്കെ ആയിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നന്നായി കെയർ ചെയ്യണം. ബാത്റൂമിലൊക്കെ കുഴമ്പൊക്കെ ആയി കഴിഞ്ഞാൽ സ്ലിപ്പായി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായി കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്താ പറയുക, ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ചില ആര്യവേപ്പില അങ്ങനെ കുറച്ച് നല്ല ഇലകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഓയിലിങ്ങും അതുപോലെ നമ്മൾ എന്തെങ്കിലും DIY ബ്യൂട്ടി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫേസ് പാക്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് കുറച്ച് ഇതൊക്കെ യൂസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ടൈമിൽ ഹെയർ പാക്കോ ഫേസ് പാക്കോ ഒക്കെ യൂസ് ചെയ്യണത് നല്ല എഫക്റ്റ് തരും. നോർമൽ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി എഫക്റ്റ് ആണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ഹെയറിലോ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഉണ്ടാകുന്ന ഗ്യാസിന്റെ പ്രോബ്ലംസ്. എനിക്ക് കുറച്ച് ദിവസം സ്റ്റൊമക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നത് നല്ല ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിട്ടാണ്. അപ്പൊ അതിന് നമ്മൾ പയറും കടലയും കഴിക്കണമെന്നൊന്നുമില്ല, ഹെവി ഫുഡ്സ് കഴിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ അത് ശരീരത്തിന്റെ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വൈകിയതുകൊണ്ടോ നമുക്ക് അങ്ങനെ ഗ്യാസ് ഉണ്ടാവും. ചിലർക്ക് അത് പെട്ടെന്ന് മാറിപ്പോകും. പിന്നെ നമുക്ക് ഈ ടൈമിൽ ഒരുപാട് മെഡിസിൻസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഈ ടൈമിൽ വയറുവേദന ഉണ്ടാവാം, ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോം റെമഡി ആയിട്ട് ഞാൻ പറയാം, എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം എടുത്ത് അതൊന്ന് ഡ്രൈ ആയി വറുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളം ചെറു ചൂടോടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൽ നിന്ന് കുളിച്ചതായിട്ട് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നമ്മൾ കനലിൽ അടുപ്പിൽ ചുടാൻ ഇപ്പോൾ അടുപ്പില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റിക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തുന്ന കോലില്ലേ അതിലെങ്ങാനും കുത്തി വെച്ചിട്ട് ഗ്യാസിൽ കാണിച്ച് ചൂടാക്കി നന്നായി ഒന്ന് വേവണ ടൈം ആവുമല്ലേ, അങ്ങനെ ആകുമ്പോൾ അതിന് പുറത്തെ തൊലിയൊക്കെ ഒന്ന് കരിയുമ്പോൾ നമ്മളത് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് നന്നായി കുറഞ്ഞു കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് 2-3 വട്ടം വയറുവേദനയൊക്കെ ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സമയമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചിറ്റ പറഞ്ഞു തന്നിട്ടാണ് ഞാനത് കഴിച്ചത്. എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു, നല്ല വയറുവേദന കുറയുകയും ചെയ്ത് സുഖമാവുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്താ പറയുക, പക്ഷെ ഇതെല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കഴിച്ചു നോക്കി എനിക്കിതെന്ത് വർക്ക് ചെയ്യാഞ്ഞേ അങ്ങനെ പറയരുത്. എനിക്കിത് വർക്ക് ചെയ്ത കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം, താല്പര്യമുള്ളവർ മാത്രം ചെയ്തു നോക്കാം.
പിന്നെ നമ്മൾ ഈ സമയത്താണ് നമുക്ക് ക്രേവിങ്സ് കൂടുന്നത്, ഫുഡ് ക്രേവിങ്സ് കൂടുന്നത്. ചിലർക്ക് ഉപ്പിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എരിവിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് മധുരമുള്ള ഐറ്റംസ് ആയിരിക്കും താല്പര്യം. ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് അതിനോടൊക്കെ ഒരു ക്രേവിങ്സ് കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓൾമോസ്റ്റ് ചിലർക്കൊക്കെ വോമിറ്റിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാ ഫുഡിനോടും അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും ഈ വോമിറ്റിംഗ് എല്ലാം മാറി ഫുഡ്സ് ഒക്കെ കഴിക്കാറായ ടൈം ആയതുകൊണ്ട് നമുക്ക് ക്രേവിങ്സ് കൂടും. എനിക്ക് ക്രേവിങ്സ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എരിവുള്ള കഴിക്കാനാണ്. അച്ചാറുകൾ, എരിവുള്ള എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ, കറിയാണെങ്കിൽ നല്ല എരിവ് വേണം, ചമ്മന്തി അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അത് എരിവ് ഒരുപാട് കഴിക്കാൻ പാടില്ല. ശരിക്കും നമ്മുടെ കാരണന്മാരൊക്കെ പറയാ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ബേബിയുടെ കണ്ണെരിയും, നമ്മൾ എരിവ് ഉള്ള ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണെരിയും എന്നൊക്കെയാണ് പറയുക. അത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് എരിവ് കഴിക്കാതിരിക്കാൻ നല്ലത്. കഴിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വയറിനും പുകച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എരിവ് ഒരുപാട് കഴിക്കാണ്ട് ക്രേവിങ്സ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പരമാവധി. അതുപോലെ മധുരം ഒരുപാട് കഴിക്കാതിരിക്കാൻ നോക്കുക. ഈ ടൈമിലാണ് നമുക്ക് ഷുഗർ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് മധുരം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ കൂടുതലാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ ബേബി ഷവർ സാധാരണ 7th മന്ത് കഴിഞ്ഞാണ് നടത്തുക. പക്ഷെ എൻ്റെ കുറച്ച് മുന്നേ ആയിരുന്നു. കാരണം ഞാൻ പുറത്തായിരുന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പോരുന്നതിന് മുന്നേ നമ്മുടെ ബേബി ഷവർ നടത്തി. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് കുറേ തമിഴ് സ്റ്റൈലിലാണ് ചെയ്തത്. അപ്പോൾ കുറേ സ്വീറ്റ്സ് കഴിച്ചു. നെക്സ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ്. അപ്പം ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോയപ്പോൾ തന്നെ എൻ്റെ ഷുഗർ കുറച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഞാൻ ഇങ്ങനെ തലേ ദിവസം കുറേ സ്വീറ്റ്സ് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇൻക്രീസ് ആയി കാണിക്കുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നോർമലായി നോക്കിയിട്ട് ഒന്നുകൂടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഈ ടൈമിൽ ഷുഗർ കുറഞ്ഞാലും പ്രോബ്ലമാണ്, കൂടിയാലും പ്രോബ്ലമാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അത് നമ്മളിപ്പോൾ ഇന്ന് ഇത്തിരി മധുരം കഴിച്ചു, നാളെ കഴിച്ചില്ലല്ലോ പിന്നെ കൂടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് തന്നെ കൂടാം. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് ഒരുപാട് മധുരം കഴിച്ചു, പിറ്റേ ദിവസം എനിക്ക് ഷുഗർ ഹൈ ആയി. കാരണം എനിക്ക് ഷുഗർ 70 ഒക്കെ നിന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. 60, 70 ഒക്കെ ഏറ്റവും ലോ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഹൈ ആയിപ്പോയി. അപ്പം അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര ചൂടാണ്. പിന്നെ എന്ന് പറയണത് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ നമ്മുടെ ബോഡിയിലൊക്കെ ഈ ടൈമിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം കൊണ്ട് നമുക്ക് എന്താ പറയുക പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഫേസിലായിരിക്കും. എനിക്ക് ഫേസിലും ഉണ്ട് നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫേസിൽ പിമ്പിൾസ് കുറഞ്ഞു, അതും കുറച്ച് പെയിനോട് കൂടിയിട്ടുള്ള പിമ്പിൾസ് വന്നുകൊണ്ടിരുന്നത്. പിമ്പിൾസ് കുറഞ്ഞ് ചിലർക്ക് കഴുത്തിലായിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാവുക. അതുപോലെ കഴുത്തിലെല്ലാം കളർ വരും, ബ്ലാക്ക് കളർ വരും. അതൊക്കെ നമ്മുടെ ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം കൊണ്ടാണ്. അതെല്ലാം നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ അത് മാറിപ്പോക്കോളും. അതിന് പ്രത്യേകം നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ വല്ല DIYs ഒക്കെ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ച്, ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചൊരു മെഡിസിൻ വാങ്ങി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. വേണമെങ്കിൽ DIYs ഹോം റെമഡീസ് ചെയ്യാം നമുക്ക്. ഇങ്ങനെ ആര്യവേപ്പില അരച്ച് പുരട്ടുക, മഞ്ഞൾ അരച്ച് പുരട്ടുക, അതൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള പിമ്പിൾസ് ഒക്കെ പോകാനും കുറയാനായിട്ടും ചൊറിച്ചിൽ കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ആര്യവേപ്പില മഞ്ഞളും കൂടെ അരച്ച് പുരട്ടുമ്പോൾ എനിക്കത് പിമ്പിൾസ് കുറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചൊറിച്ചിലിനും ഇച്ചിങ്ങിനും കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് വരുന്നത് എന്താ പറയുക, മസിൽ ക്രാംസ് കാര്യങ്ങളൊക്കെ. മസിൽ ക്രാംസിന്റെ കാര്യം പറയാം, ഞാനത് ആലോചിച്ച് നോക്കിയത്. മസിൽ ക്രാംസ് ഈ ടൈമിൽ എനിക്ക് ഭയങ്കര ഒരൊറ്റ ലെഗിന് മാത്രം നല്ല ലെഗ് പെയിൻ ആയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് അങ്ങനെയാണ്, മസിൽ ക്രാംസ് വരും ഈ ടൈമിൽ ഹോർമോൺ ചേഞ്ചസ് ഉള്ള കാരണം കൊണ്ടും. പിന്നെ നമ്മുടെ വയറൊക്കെ വലുതായി, ഇപ്പം ബേബിയുടെ ഗ്രോത്ത് ഒക്കെ തുടങ്ങുന്ന സമയമാണ്, നന്നായിട്ട് ഗ്രോത്ത് വരുന്ന സമയമാണ്, വയറൊക്കെ ഒരുപാട് വലുതാവും. അപ്പം നമ്മുടെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ കാലിന് വയറിന്റെ പ്രഷർ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വജൈനൽ ഏരിയയിലേക്കും പ്രഷർ വരും. അപ്പൊ നമുക്ക് വേദന പോലെ തോന്നുകയൊക്കെ ചെയ്യാം. വേദന അല്ല, ഒരു പ്രഷറാണ്. അപ്പൊ അതിനൊന്നും ചെയ്യാനില്ല. കുറച്ചു നേരം നടക്കുക, ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ നടക്കുക. അങ്ങനെ നമുക്കൊരു പ്രഷർ വരുന്ന സമയത്ത് അതുപോലെ കാലിന് പെയിൻ തോന്നുമ്പോഴൊക്കെ സ്ലോലി 10-15 മിനിറ്റ് നേരമൊക്കെ നടക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഷർ ഒന്ന് കുറയുകയും ചെയ്യും, ആ പെയിൻ ഒന്ന് ഒതുങ്ങുകയും ചെയ്യും. അപ്പൊ കാലിന്റെ ഇപ്പൊ മസിൽ കയറുകയാണെന്ന് അങ്ങനെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോഴായിരിക്കും മിക്കവർക്കും മസിൽ കയറുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ സോക്സ് ഇട്ടിട്ട് കിടന്നാൽ മതി. 2 കാലിൽ സോക്സ് ഇട്ടിട്ട് ഫുള്ളായി കയറുന്ന പോലത്തെ സോക്സ് ഇല്ലേ, അങ്ങനത്തെ സോക്സ് ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മസിൽ എന്താ പറയാ അങ്ങനെ
കാലിൻ്റെ മസിൽ പിടുത്തമുള്ള പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാകും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കാലിൽ നീര് വരിക, ഈ ടൈമിലാണ് ഇപ്പോൾ കാലിൽ നീര് വരിക. അപ്പം എൻ്റെ ഒരു കാലിൽ മാത്രം നീര് വന്നു, കാലിൻ്റെ പുറമെ മാത്രം നീര് വന്നു. അതെന്താ വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ കാല് തറയിൽ മുട്ടാത്ത രീതിയിൽ ഇരിക്കും. അതായത് ചില ചെയർസ് നല്ല ഹൈറ്റിലായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ സെറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാല് തറയിൽ മുട്ടാത്ത രീതിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ടൈപ്പ് വരും. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ കാലിൽ നീര് വരുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക, കാല് തറയിൽ മുട്ടിയിരിക്കുക. അല്ല കാലിൽ നീരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റൂളിലോ അല്ലെങ്കിൽ നമ്മുടെ സെയിം സൈസിൽ വരുന്ന ഒരു കസേരയിലോ കാല് കയറ്റി വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാല് ഒരുപാട് അകത്തി വെച്ചിരിക്കാണ്ട് അടുത്ത് വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ കാലിന്റെ മുകളിൽ കാല് കയറ്റിച്ചിരിക്കരുത്. ഈ ടൈമിൽ അത് നമ്മുടെ ബേബീനെ എഫക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കാലും ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, മൂവ്മെന്റ്സ് കൂടുതലായിട്ട് നമുക്ക് മൂവ്മെന്റ്സ് ഫീൽ ചെയ്യണില്ല, പെട്ടെന്ന് നമുക്ക് തോന്നി അയ്യോ എനിക്ക് എന്തെന്ത് മൂവ്മെന്റ്സ് അറിയണില്ലല്ലോ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 1 hourനുള്ളിൽ 3 times ബേബി മൂവ് ചെയ്യണമെന്നാണ് പറയുക നോർമലി. അത് നമുക്ക് 1 hourനുള്ളെങ്കിലും 3 times എങ്കിലും ബേബി മൂവ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറയുക. അപ്പം അത് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ നന്നായിട്ട്. ഇപ്പോൾ ഇച്ചിരി ചെറുചൂടുള്ള വെള്ളം കുടിച്ച് നോക്കുക, അല്ലെങ്കിൽ തണുപ്പുള്ളവർ എന്തെങ്കിലും ഫുഡ് കഴിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കുറേ നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഇളക്കം അറിയാതിരിക്കുക. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, എന്നിട്ട് ചരിഞ്ഞ് ഒരു സൈഡ് കിടക്കുക. അത് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടന്നിട്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ തീരെ മൂവ്മെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായി കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ സമയത്തുള്ള നിപ്പിൾ കെയർ. അപ്പം എനിക്ക് എൻ്റെ ആദ്യത്തെ മോനെ പാല് കൊടുക്കാനായിട്ട് പാലുണ്ടായില്ല, കുറവായിരുന്നു. കാരണം നമുക്ക് നിപ്പിൾസ് അങ്ങനെ കറക്റ്റ് പുറത്തേക്ക് വരാത്ത കാരണം കൊണ്ട് അവർക്ക് സഖ്യം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ നിപ്പിൾ ഷീൽഡൊക്കെ വെക്കേണ്ട അവസ്ഥ വന്നിരുന്നു. പാലില്ലാണ്ട് പാല് വലിച്ചു കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് പാലില്ലാതെ വരികയും ചെയ്യും. അപ്പം നമ്മളത് കറക്റ്റ് നമുക്ക് ആരും അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വന്നത്. അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇപ്പം നിപ്പിൾ കെയർ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നെറ്റിൽ നോക്കി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാലും അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കുട്ടികൾക്ക് കുടിക്കാൻ പാല് ഉണ്ടാവാനായിട്ട് നിപ്പിൾ കെയർ നമ്മൾ നന്നായി ചെയ്യണം. അപ്പോൾ നിപ്പിൾസ് പുറത്തേക്ക് പുള്ളി ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഒരു മസാജ് ചെയ്ത് പുറത്തേക്ക് പുള്ളി ചെയ്തെടുക്കണ രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നിപ്പിൾ ഷീൽഡൊന്നും വയ്ക്കാണ്ട് കുട്ടികൾക്ക് പാല് കുടിക്കാനായിട്ട് ആ ടൈമിൽ ഉണ്ടാവുള്ളൂ. അത് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഡെലിവറി ടൈമിൽ അത് ശരിയാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് 2 ദിവസം കൊണ്ടൊന്നും പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടാകും, കുട്ടികൾക്ക് നിപ്പിൾ ഷീൽഡ് വെക്കേണ്ടി വരും. പിന്നെ അത് വലിച്ച് കുടിക്കുമ്പോൾ അവർക്ക് ആ ഷീൽഡ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് പാല് കുടിക്കാൻ ഇഷ്ടമില്ലാണ്ട് വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ അത് ശ്രദ്ധിക്കാട്ടോ എല്ലാവരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായ കാരണം കൊണ്ടാണ് ഞാൻ ആ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ടൈമിൽ നമുക്ക് എപ്പോഴും നോർമലി ചൂട് കൂടുതലായിരിക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഈ ബനിയൻ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക, എന്നിട്ട് കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകൾ ഇടാൻ നോക്കുക. നമ്മളിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഒട്ടും ഷേപ്പായി കിടക്കുന്നത് ഇടാണ്ട് നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ നല്ല സുഖമായിരിക്കും നമുക്ക് ഇട്ടിട്ട് ഇരിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരം നടക്കുന്ന പറയാൻ നമ്മുടെ പേരൻസ് പറയുമ്പോൾ നമുക്കത് ദേഷ്യം തോന്നും. പക്ഷേ നമുക്ക് ക്ഷീണമുള്ള കാരണം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മൾ നടക്കുകയാണ് ഏറ്റവും നല്ലത്. വേറെ എക്സസൈസും നമ്മൾ ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നേരം നടക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാനും മസിൽ പെയിൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും സുഖപ്രസവം നടക്കാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം നടക്കുക കേട്ടോ. നമ്മളൊന്ന് ആക്റ്റീവായിരിക്കാൻ കൂടി നല്ലതാണ് നമുക്ക് ഈ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരേ മടി പിടിച്ച് വയ്യല്ലോ എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഇരിക്കുക കിടക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ടയർഡായിരിക്കും. നമ്മൾ ഒരിക്കലും നമ്മൾ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി തന്നെ ഒരു രോഗം എന്നുള്ള അവസ്ഥയിലായി. പ്രഗ്നൻസി ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പരമാവധി നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ വയ്യല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കാനായിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് നന്നായി എപ്പോഴും നല്ല നമ്മുടെ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കുക. പുറത്ത് റോട്ടിൽ ഇറങ്ങി നടക്കാനല്ല പറയണേ, നമ്മുടെ വീട്ടിൽ തന്നെ അകത്ത് നടക്കുക, അല്ലെങ്കിൽ പുറത്ത് മുറ്റത്ത് നടക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ സന്തോഷം കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പം ഈ ടൈമിലുള്ള നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുക.
ഒരുപാട് ഒറ്റ വലിക്ക് നമ്മൾ കുത്തിക്കറ്റി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് പ്രോബ്ലംസ് വരും. അപ്പോൾ കുറേശ്ശെ ഇഷ്ടമുള്ളത് കഴിക്കാം. പിന്നെ എന്നത് കഴിക്കണം അതിൻ്റെത് മാത്രമേ ഉള്ളൂ, ആപ്പിൾ മാത്രമേ കഴിക്കാൻ പാടൂ, ഓറഞ്ച് മാത്രമേ കഴിക്കാൻ പാടൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. പക്ഷേ പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊന്നും ഒഴിവാക്കണതാണ് നല്ലത്. ഈ സമയത്ത് ഇത്തിരി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് വരും കുഴപ്പമില്ല, നല്ലതാണെന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് ഒന്ന് ഒഴിവാക്കി വിടുകയാണ് കുറച്ചുകൂടെ നല്ലത്. പപ്പായ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ബാക്കിയുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്സൊക്കെ നമുക്ക് കഴിക്കാം. അത് നന്നായി ക്ലീനാക്കി ഹൈജീനായിരിക്കണം. നന്നായി ക്ലീനാക്കി കഴുകിയതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഈ ടൈമിൽ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അത് നമ്മുടെ ബേബീനെ കൂടെ എഫക്റ്റ് ചെയ്യും. നമുക്ക് ഒത്തിരി മെഡിസിൻസ് ഒന്നും എടുക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അത് നന്നായി കെയർ ചെയ്യണം. പിന്നെ എന്താ, ഈ സമയത്ത് എപ്പോഴും ഉറങ്ങുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കിടന്നുറങ്ങാൻ ശ്രമിക്കും. കുറേ ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാനൊക്കെ. പക്ഷെ ഒരിക്കലും മലർന്ന് കിടന്നോ റൈറ്റ് സൈഡ് കിടന്നുറങ്ങരുത്. ജസ്റ്റ് ഒരു ചേഞ്ചിന് കുറച്ചൊരു 5 മിനിറ്റൊക്കെ റൈറ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാം. ഇടത്തെ സൈഡ് കിടക്കുമ്പോൾ നമുക്ക് വേദന എടുക്കുകയാണെങ്കിൽ വലത്തെ സൈഡ് തിരിഞ്ഞ് കിടക്കാമെന്ന് മാത്രം. കാരണം നമ്മുടെ മെയിൻ രക്തക്കുഴലുകളൊക്കെ നമ്മുടെ വലത്തെ സൈഡിലും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കിടക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ പ്രഷർ, ഈ സമയത്ത് ഒരുപാട് വയറ് വലുതാകുന്ന സമയമല്ലേ, വയറിൻ്റെ ആ പ്രഷർ നമുക്ക് ആ സൈഡിലേക്ക് വരും. അപ്പോൾ രക്തോട്ടം ഇല്ലാണ്ടിരിക്കും, ബേബിക്കുള്ള രക്തോട്ടം ഇല്ലാതിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡ് കിടക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രഷർ രക്തക്കുഴലിലേക്ക് വരേണ്ടത് കുറയും. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളത് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ ഈ സമയത്ത് പരമാവധി ഹാപ്പി ആയിരിക്കുക. നമ്മൾ സങ്കടപ്പെട്ടാൽ നമ്മുടെ വയറിനുള്ളിലുള്ള ബേബിക്ക് സങ്കടം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, സേഫായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.